മദർ മേരി കംസ് ടു മീ ബൈ അരുന്ധതി റോയ്. ഞാൻ കഴിഞ്ഞ കൊല്ലം വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. ഇത് അരുന്ധതി റോയിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് അവരുടെ ഒരു പുസ്തകം ഞാൻ വായിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ട പുസ്തകം എന്നതിനെക്കാട്ടുപരി നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് അവിടെ ഇങ്ങനെ പരക്കുന്ന ഒരു പുസ്തകമാണ് അരുന്ധതി റോയുടേത്. എൻ്റെ പേര് ദേവശ്രീ. ഞാൻ GMHSS CU ക്യാമ്പസിൽ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അരുന്ധതി റോയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ നമുക്കൊക്കെ അറിയാം. അവരുടെ നിലപാടുകൾ കൊണ്ടും എഴുത്തുകൾ കൊണ്ടും അവർ സമൂഹത്തിൽ ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അരുന്ധതി. നമുക്കറിയാം, ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. അങ്ങനത്തെ ആ ഒരു എഴുത്തുകാരിൻ്റെ അവരുടെ അമ്മയെക്കുറിച്ചും, മേരി റോയ് എന്ന അവരുടെ അമ്മയെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. അപ്പം അവരതിനെ വളരെ നമുക്കിങ്ങനെ ടച്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അരുന്ധതി റോയ് എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരു പുസ്തകമാണ് ഇത്. നമുക്ക് അരുന്ധതി റോയിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ ഈ മേരി റോയ് എന്ന പേര് നമ്മുടെ ഈ ജനറേഷൻ കേൾക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ കേൾക്കേണ്ട, അറിയേണ്ട ഒരാളാണ് മേരി റോയ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പണ്ട് കൊണ്ടുവന്ന ഒരാളായിരുന്നു മേരി റോയ് എന്ന് പറയുന്നത്. അവര് ഇതുപോലെ തന്നെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ് മേരി റോയ് എന്ന് പറയുന്നത്. ഗ്രോൺ അപ്പ് ഇൻ ഡൽഹി, സ്റ്റഡീഡ് ഇൻ മദ്രാസ്, മാരീഡ് ഇൻ കൽക്കട്ട, ലിവ്ഡ് ഇൻ ആസം, അവസാനം സെറ്റിൽഡ് ആയത് കേരളത്തിൽ. അതായത് ഡൽഹിയിൽ വളർന്ന്, മദ്രാസിൽ പഠിച്ച്, കൽക്കട്ടയിൽ കല്യാണം കഴിച്ച്, ആസാമിൽ ജീവിച്ച്, അങ്ങനെ കേരളത്തിൽ വന്ന് താമസിച്ച ഒരാളാണ് മേരി റോയ്. അപ്പൊ അത്രയും സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. മേരി റോയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു നത്തിങ് മാൻ എന്നാണ് അയാളെ വിളിക്കുന്നത്. കാരണം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ മദ്യപിച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ അവരവിടുന്ന് മനം മടുത്തിട്ട് കേരളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആസാമിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അവിടുന്ന് കേരളത്തിലേക്ക് വരികയാണ്, കോട്ടയത്തുള്ള അയ്മനത്തേക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതിനു മുന്നേ അവര് താമസിച്ചിരുന്ന തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ ചേട്ടനും, മേരി റോയുടെ ചേട്ടനും ഐസക്, പിന്നെ അവരുടെ അമ്മയും കൂടെ അവരുടെ പിതാവിന്റെ കോട്ടേജിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അതായത് പെൺമക്കൾക്ക് പിതാവിന്റെ സ്വത്തില് അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പം അവരതിനെതിരെ, അതായത് പെൺമക്കൾക്കും പിതാവിന്റെ സ്വത്തിൽ തുല്യ അവകാശം വേണം, അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവരൊരു ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ ഈ മേരി റോയ് എന്ന് പറയുന്നത് ഇത്രയും പോരാട്ടങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ത്രീ ആയിട്ട് കൂടെ അവരുടെ ഉള്ളിൽ ഒരുപാട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള ഗ്രേയും ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റും ഉണ്ട്. അത് നമ്മൾ പറയും. പക്ഷെ അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവര്, മേരി റോയ്. അപ്പം ഇതിന് ഇടയിൽ പെട്ടുപോകുന്ന 2 കുട്ടികളാണ് LKCയും അരുന്ധതി റോയ്. അതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ ഈ മേരി റോയ് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ അന്ന് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അത് കേരളത്തിൽ അന്നും ഇന്ന് മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങൾ നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷെ ഇന്നും പലർക്കും അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതായത് പലപ്പോഴും നമ്മൾ ഒട്ടും പറ്റാത്ത ഇടത്തുനിന്നായിരിക്കും നമ്മൾ ഇറങ്ങി വരുന്നത്. പക്ഷെ അതിനെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാൻ പലർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മേരി റോയ് ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് വന്നപ്പോൾ മുതൽ അവിടുത്തെ അന്നത്തെ കേരളമാണ്, ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു അവർ നേരിട്ടത്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങള് അരുന്ധതി റോയിനോടും
അവര് കുട്ടികളായിട്ട് കൂടെ നാട്ടുകാർ അവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ തന്തയില്ലാത്തവർ, അഡ്രസ് ഇല്ലാത്ത കുട്ടികൾ. അതൊക്കെ ഈ കുട്ടികൾക്ക് അത് ബാധിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് മേരി റോയിനായിരുന്നു. അപ്പൊ ഒക്കെ കൂടെ ചേർന്നിട്ട് ഈ ഒരു എല്ലാ ഫ്രസ്ട്രേഷൻസും കൂടെ ചേർന്നിട്ടാണ് അവരൊരു ഭയങ്കര ഒരു എപ്പോ വേണേലും പൊട്ടിത്തെറിക്കും എന്ന രീതിയിലുള്ള ഒരു സ്ത്രീയായിരുന്നു. പിന്നെ പിന്നെ ഇവരിങ്ങനെ ഓരോന്ന് നിർമ്മിച്ചു തുടങ്ങി. അപ്പം അരുന്ധതി റോയ് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് 3 മക്കളായിരുന്നു. ഒന്ന് എൻ്റെ ചേട്ടൻ LKC, പിന്നെ ഞാൻ, പിന്നെ 3ാമത്തെ കുട്ടീനായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് വേറെ ഒന്നും ആയിരുന്നില്ല, അത് അവരുടെ സ്കൂളായിരുന്നു. കാരണം അവർ അത്രയും അധ്വാനിച്ച് ഉണ്ടാക്കിയൊരു സംഭവമാണ് അത്. അതിനെ പിന്നെ അവര് ഒരു മൊട്ടക്കുന്ന് വാങ്ങി, അതായത് നമ്മൾ പറയല്ലോ ഒന്നുമില്ലാത്ത ഒരിടത്തു നിന്ന് അവര് ഒരു വലിയൊരു സ്ഥാപനം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അരുന്ധതി റോയുടെ ജീവിതം എന്ന് പറയുന്നത്, അവർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പിതാവിന്റെ സ്വത്തിൽ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് താമസമൊക്കെ ആ സ്കൂളിനകത്ത് തന്നെയായിരുന്നു. എത്രയോ കുട്ടികൾക്ക് അവരുടെ സ്വന്തം വീടായിരുന്നു ആ സ്കൂള്. എത്രയോ കുട്ടികൾക്ക് അവരുടെ സ്വന്തം അമ്മയായിരുന്നു മേരി റോയ്. അപ്പൊ മേരി റോയ് മറ്റു കുട്ടികളുടെ അടുത്തൊക്കെ ഭയങ്കര, അവർക്ക് ഒരു മദേർലി ഫീല്, കരയുന്ന കുട്ടികൾക്കൊക്കെ അവരിങ്ങനെ സാന്ത്വനായിട്ടുള്ള ഒരു ആളായിരുന്നു. പക്ഷെ തിരിച്ച് അരുന്ധതി റോയുടെ അടുത്ത് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ചേട്ടന്റെ അടുത്ത് എത്തുന്ന സമയത്ത്, അതൊരു അവർക്ക് അങ്ങനെ ആ ഒരു സാധനയെ നമുക്ക് തോന്നില്ല. പിന്നെ മിസ്സസ് റോയ് എന്നാണ് അവര് വിളിക്കുന്നത്. നമ്മൾ ടീച്ചേഴ്സിനൊക്കെ വിളിക്കുമല്ലോ, അപ്പൊ ഈ മിസ്സസ് റോയ് എന്ന് വിളിക്കും. എനിക്ക് ആ ഒരു സാധനം തീരെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ എൻ്റെ അമ്മേനെ സത്യം പറഞ്ഞാൽ ഞാൻ സ്നേഹം കൂടുന്തോറും ആൾക്കാരുടെ പേര് മാറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ ബണ്ണി എന്നാണ് ഇപ്പൊ വിളിക്കുക. ആദ്യം അത് മോമി ആയിരുന്നു, പിന്നെ അത് മോമിയായി, പിന്നെ അത് സ്നേഹം കൂടി വരുന്തോറും ഞാൻ അതിനെ മാറ്റി മാറ്റി ഇപ്പൊ ബണ്ണിയിലെത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ പേരും ഇങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പൂപ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിന്ന് വരുന്ന അങ്ങനെ ശീലിച്ചു വന്ന എനിക്ക് ഈ ഒരു സ്വന്തം അമ്മേനെ മിസ്സസ് റോയ് എന്ന് വിളിക്കുക എന്നുള്ള ആ ഒരു സാധനം എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അത് കുറച്ച് കഷ്ടപ്പാടായിരിക്കില്ലേ, സ്വന്തം അമ്മയല്ലേ, അപ്പൊ നമ്മളെങ്ങനെ വിളിക്കുക. പക്ഷെ ഇത് നമ്മളിങ്ങനെ വായിച്ചു വരുന്തോറും നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ സോ കോൾഡ് കുറച്ച് സാധനങ്ങൾ നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ ഈ അമ്മ മക്കൾ ബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അമ്മമാര് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് നമ്മുടെ മലയാളം സിനിമയിൽ തന്നെ ഉണ്ട്, നമ്മളെ കവിയൂർ പൊന്നമ്മേന്റെ ഉണ്ണി നീ എവിടെ, ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ശരിയാണ്, നമ്മുടെ അമ്മമാര് ഭയങ്കര ലവബിൾ ആണ്, നമ്മളെ അത്രയും കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത് മാത്രമാണ് അവരെന്ന് നമ്മൾ വിചാരിച്ചു വെക്കുന്നത്. അതുപോലത്തെ കുറെ സോഷ്യൽ കോൺസെപ്റ്റ്സിനെ പൊളിച്ചെഴുതുന്ന ഒരാളാണ് അരുന്ധതി റോയ്. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം വന്നിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. സോഷ്യൽ സയൻസിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ ചിന്താഗതികളെ പറ്റിയിട്ട് ഞങ്ങളുടെ ടീച്ചർ ജസീല ടീച്ചർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പൊ അതിലൊന്നാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വീറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നൊരു തന്നപ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ മുഖം ചൊലിക്കുക, എന്താ ഇത് പറയുന്നത്. അപ്പം ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ മുഖം ചൊലിക്കണ്ട, അങ്ങനെയല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഇൻബിൽറ്റ് അങ്ങനെയാണ്, നമ്മുടെ ഹോർമോൺസ് ഒക്കെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും എപ്പോഴും നമ്മളിങ്ങനെ സ്വീറ്റ് ആയിരിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി തന്നെയാണ് നമ്മൾ എതിർക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറെ ചിന്താഗതികൾ ഇതിനകത്ത് പൊളിച്ചെഴുതപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇതിനകത്ത് എനിക്ക് കുറച്ച് ഒരു വിഷമമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും വായിക്കുമ്പോൾ ഒരു വിഷമാവുന്ന ഒരു സാധനം ഉണ്ട്. അത് അരുന്ധതി റോയ് അവരുടെ ഓരോ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാലും നമുക്ക് പറയാൻ പറ്റും. അവരത് ഏതൊക്കെയോ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ദിവസം അരുന്ധതി റോയ്ക്ക് ഇവര് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുന്ധതി റോയ്ക്ക് നല്ല മാർക്ക് കിട്ടി, പക്ഷെ ചേട്ടന് മാർക്ക് കുറഞ്ഞു. അന്ന് രാത്രി ഇവർ ഉറങ്ങാൻ കിടന്ന സമയത്ത് മേരി റോയ് ഇവരെ വിളിച്ചുകൊണ്ട്, ആരെ, LKCനെ, അവളുടെ ചേട്ടനെ വിളിച്ചുകൊണ്ട്, LKCനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു അടച്ചിട്ട മുറിന്ന് തല്ലുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ, നിനക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, എൻ്റെ മക്കൾ ആരും മാർക്ക് കുറയൂല എന്നുള്ള ആ ഒരു, നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉണ്ടാവും ഈ ഒരു കമ്പയർ ചെയ്യാന്നുള്ള ഒരു സാധനം. അപ്പം
അത് ഇങ്ങനെ അരുന്ധതി റോയ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് പിന്നീട് അവരുടെ ഏതൊരു വിജയത്തിനകത്തും അവർക്ക് തോന്നുന്നത്, ഞാൻ വിജയിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് അടച്ചിട്ട മുറിയിൽ ആർക്കോ തല്ല് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധനമാണ്. നമുക്ക് ഇങ്ങനെ തോന്നും, ഇവരെന്തൊരു സ്ത്രീയാ, അങ്ങനെ അവര് ഭയങ്കര റഫ് ആൻഡ് റൂഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിക്കും, ഇങ്ങനെ അവര് പറയും സോസറൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. അപ്പം അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്താ ഇങ്ങനെ. പക്ഷെ അതേസമയം നമുക്ക് അവരെ വെറുക്കാനും പറ്റൂല. അത് തന്നെയായിരുന്നു അരുന്ധതി റോയുടെ അവസ്ഥ. അരുന്ധതി റോയ് ഈ ബോയ്സിനെ പറ്റിയിട്ട്, ബോയ്സിനെ എങ്ങനെ എഡ്യൂക്കേഷൻ അവർ കൊടുത്തു എന്നുള്ളതിനെ പറ്റിയിട്ട് അരുന്ധതി റോയ് നല്ല രസത്തിൽ പറയുന്നുണ്ട്. ഷീ ഫ്രീഡ് ദം ഓഫ് ദി ബേർഡൻ ഓഫ് ബീയിങ് വാട്ട് സൊസൈറ്റി തോട്ട് മെൻ ഔട്ട് ടു ബി എന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ അത് പുരുഷന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല സ്ത്രീകളുടെ കാര്യത്തിലും ഉണ്ട്. നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നമ്മൾ കുട്ടികൾക്കിടയിലും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പം ഗേൾസ് ആണെങ്കിൽ പാത്രം കഴുകുക തുടങ്ങിയ പരിപാടി, അല്ലെങ്കിൽ ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെ അടി ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ മേരി റോയ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. അവര് ഭയങ്കര രസത്തിൽ ഓരോ കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം അവിടെ ബോയ്സ് ഇങ്ങനെ പെൺകുട്ടികളെ ടീസ് ചെയ്യാൻ തുടങ്ങിയൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ അവരിങ്ങനെ എങ്ങനെ അതിനൊക്കെ മാനേജ് ചെയ്തു എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു വർക്ക് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അതിൽ നമുക്ക് 3 വിഷയങ്ങൾ എടുക്കാമല്ലോ. 3 ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഫാഷൻ ഡിസൈനിങ്ങും പിന്നെ എന്തായാലും പ്രിന്റിങ് ആൻഡ് പാക്കേജിങ്ങും പിന്നെ നമുക്കുള്ളത് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മളെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 8ാം ക്ലാസ്സിനായിരുന്നു ഇതിനുള്ള ഒരു ഓപ്ഷൻ വന്നത്. നമ്മളിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി എന്തെടുക്കണം. അപ്പോൾ ബോയ്സ് ഒക്കെ പറയാൻ തുടങ്ങി പ്രിന്റിങ് ആൻഡ് പാക്കേജിങ് എടുക്കാം. ഓക്കെ. അപ്പൊ ഗേൾസ് ഒക്കെ പറയാൻ തുടങ്ങി ഫാഷൻ ഡിസൈനിങ്. അപ്പൊ അവിടെ ഒരു സാധനം ഉണ്ടായി വരികയാണ്. അപ്പോൾ ചില ബോയ്സ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നേക്കാം, മറ്റുള്ളവരോട് ഇങ്ങനെ പറയുന്നേക്കാം, എടാ ഈ പോയിട്ട് ഫാഷൻ ഡിസൈനിങ് എടുക്കുക, എന്നിട്ട് പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെയൊക്കെ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗേൾസ് ആണെങ്കിൽ പ്രിന്റിങ് ആൻഡ് പാക്കേജിങ് അതൊക്കെ ബോയ്സിനില്ലേ അങ്ങനത്തെ ഒരു മാതിരി ഉണങ്ങിയ സാധനം. അപ്പോൾ അവിടെ തന്നെ ആ ഒരു എഡ്യൂക്കേഷൻ സാധനത്തിന്റെ അകത്ത് തന്നെ അവിടെ ഒരു വേർതിരിവ് വരികയാണ്. അത് ഉണ്ടാക്കുന്ന വേറെ ആരുമല്ല, അത് കുട്ടികളുടെ ഉള്ളിൽ തന്നെ വരികയാണ്. അതെങ്ങനെ വരുന്നതെന്നുള്ളതാണ് ഒരു സംഭവം. അത് അതുപോലെ അങ്ങനെ ഏതോ ഒരു സമയത്ത് ഈ ലോറി ബേക്കറിന്റെ ഒരു ശിഷ്യനെ ഇവർ കാണും. ഒരു ജേസി എന്ന് പറയുന്ന ചങ്ങനെ ഇവർ കാണും. ജേസി എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ്. അവർക്ക് അങ്ങനെ തോന്നുക ചെയ്യുന്നത്, അരുന്ധതി റോയ്ക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ശരിക്കും പേരല്ലായിരുന്നു തോന്നുന്നു. അപ്പം അരുന്ധതി റോയ് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ചങ്ങായി വരികയാണ്. തോന്നുന്നു 15-16 വയസ്സ് അങ്ങനെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ജേസി വരുന്നതൊക്കെ അവർക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടാണ് തോന്നുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെ ഇങ്ങനെ ജേസി ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അപ്പോ ഇങ്ങനെ ചുണ്ടിലൊരു സിഗരറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിഗരറ്റ് ഒക്കെ നിലത്തിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഞെരിക്കുന്ന അതൊക്കെ ഇവരിങ്ങനെ പറയാ ഐ ഡൈഡ് എന്നാ പറയുന്നത്. ഞാൻ ആ നിമിഷം ഇവളിങ്ങനെ പറയലേ, തീർന്നടാ, മറ്റേ ഇതില് തട്ടത്തിൻ മറിയത്തിലെങ്ങാനും നിവിൻ പോൾ ഇങ്ങനെ ജസാറേ എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് ജേസീനെ കാണുമ്പം ഇവര് പറയുന്നത് ഐ ഡൈഡ് എന്നാണ്. പിന്നെ അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് കാണണമായിരുന്നു. പക്ഷെ ഒരിക്കലും ഈ പാട്ട് ഡ്രസ്സിലല്ല, എനിക്ക് അമ്മേന്റെ സ്കൂൾ വാനിലല്ല, എനിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഇൻവിസിബിൾ ആയി. ഞാൻ ആ സ്കൂൾ വാനിന്റെ ബാക്ക് സീറ്റ് തന്നെ ആയി മാറി. നമ്മൾ ഈ ചില പ്രയോഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ട് മടുത്ത കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അരുന്ധതി റോയ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ആണ് അവർ ആദ്യമായിട്ട് ജേസീനെ കാണുന്നത്. ജേസി എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ അവര് ഈ ആർക്കിടെക്ചർ
പഠിക്കാൻ വേണ്ടിയിട്ട് പോണുണ്ട്. അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല ഈ ഒരു പ്രായത്തില്. അതായത് ഇങ്ങനെ ഓക്കെ, നമ്മൾ 16 വയസ്സിലോ എങ്ങാനും ആണെന്ന് തോന്നുന്നു മുപ്പത്തി പോകുന്നത്, അതും ഡൽഹിയിലേക്ക് ഒറ്റയ്ക്ക്. അതൊരു തരത്തിലുള്ളൊരു രക്ഷപ്പെടലായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കുടുങ്ങി കിടക്കുന്ന ഒരിടത്തുനിന്ന് അവര് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് അവരുടെ ലൈഫ്, ആ ഒരു കോളേജ് ലൈഫ്, അവിടുന്ന് ഇങ്ങനെ ജെയ്സിയുമായിട്ട് പ്രണയത്തിലാവുന്നുണ്ട്. അങ്ങനെ അവര് വിവാഹം കഴിക്കുന്നുണ്ട്. അതും അവര് പറയുന്നത് ഓക്കെ, ഞങ്ങള് കല്യാണം കഴിച്ചു, യാ ഫൈൻ. നമുക്കിങ്ങനെ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റ്, നമ്മൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ. ഇവരിങ്ങനെ ഭയങ്കര രസത്തിൽ ഇങ്ങനെ ഓക്കെ കൂൾ, ആ ഒരു സാധനം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പം ജെയ്സി ആയിട്ടുള്ള ആദ്യ കല്യാണം. അങ്ങനെ ജെയ്സിന്റെ നാട്ടിലേക്ക് പോകും, അരുന്ധതി റോയും ഇവനും കൂടെ. അപ്പൊ അരുന്ധതി റോയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ഇതല്ല എനിക്ക് പറ്റിയ സ്ഥലം, എന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ അതെനിക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അവര് പറയുന്ന ഒരു സാധനം എനിക്ക് വല്ലാണ്ട് കുക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ട്. വൺസ് അഗെയിൻ ഐ മേഡ് ദി സേഫസ്റ്റ് പ്ലേസ്, ദി സേഫസ്റ്റ് പ്ലേസ് ബിക്കെയിം ദി മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുന്നുണ്ട്. ഐ മെയ്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതായത് ചില സമയത്ത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കൂല. അവിടെ ഭയങ്കര സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നുണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടോ നമുക്ക് അതിനകത്തൊരു സാധനം അങ്ങോട്ട് കിട്ടാത്തൊരു, അങ്ങനെ അവര് അവിടുന്ന് ജെയ്സിയുടെ അടുത്തുനിന്ന് പോവാണ്. അവര് അവരുടേതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. പിന്നീട് അവര് ഇങ്ങനെ ഒരു സ്ഥലത്ത് ജോബിന് കയറുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരാളെ കണ്ടുമുട്ടുന്നു. അപ്പൊ ഈ പ്രദീപുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവർക്ക് അത് അൺഎക്സ്പെക്റ്റഡ്ലി കയറി വരുന്ന ഒരാളാണ്. നമ്മളെ അൺഎക്സ്പെക്റ്റഡ്ലി കയറി വരുന്ന പല ബന്ധങ്ങൾക്കും നമ്മുടെ ലൈഫിൽ ഭയങ്കര ഭയങ്കര ഭംഗിയായിരിക്കും, ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു സാധനം കേട്ടോ. അതിനകത്തുള്ള ബന്ധങ്ങൾ പലതും നമ്മുടെ ഓർക്കപ്പുറത്ത് ഇങ്ങനെ ടീം നിറഞ്ഞിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് പക്ഷെ അത് അവർ പറയുന്നത്, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കേട്ടോ, അങ്ങനെ ഗോളക്ക് എന്ന് പറയുന്ന ഫ്രണ്ട് ആണെങ്കിലും സഞ്ജയ് എന്ന് പറയുന്ന ഫ്രണ്ട്സൊക്കെ, ഇവരിങ്ങനെ പറയുന്നത്, നമ്മൾ ഈ സാധാരണ കുറെ പറച്ചിലുണ്ടല്ലോ നമ്മൾ ഫ്രണ്ട്സിനെ പറ്റിയിട്ട്, പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളുടെ ഈ ചായ കൂടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയാ, ഞങ്ങളുടെ ഡിന്നർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഈ പ്രദീപിന്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ് ഇവര് എഴുത്തിലേക്ക് പോകുന്നത്. അപ്പം അവര് എഴുത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ലാംഗ്വേജ് ആനിമലിനെ ഹണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവസാനം അവർ എഴുതി ഓരോ കാര്യങ്ങൾ എഴുതി അവസാനം അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ എൻ്റെ ഇരയെ വീഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവർക്ക് സ്വയം ഒരു സാധനം അവിടെ വരുന്നുണ്ട്. അപ്പൊ അവരെ എഴുത്തിലേക്ക് വരുന്ന രീതിയൊക്കെ നമ്മൾ വായിക്കേണ്ട ഒരു സാധനം കേട്ടോ. അങ്ങനെ എങ്ങനെയാണ് അവരിങ്ങനെ രൂപപ്പെട്ട് വരുന്നത് എന്നുള്ള ആ ഒരു സാധനം നമ്മളിങ്ങനെ മനസ്സിലാവും. അപ്പം അവരാദ്യം എഴുതുന്നത് ഈ തിരക്കഥകളാണ്, സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള തിരക്കഥകളാണ് അവരിങ്ങനെ എഴുതുന്നത്. അപ്പൊ അങ്ങനെ അവര് സ്വതന്ത്രമായിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതിലിടയ്ക്ക് അവര് സ്വതന്ത്രമായിട്ട് ഒരു സാധനം എഴുതുന്നുണ്ട്. അതിന് ഇൻ വിച്ച് ആനി ഗിവ്സ് ഇറ്റ് ദോസ് വൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി എടുക്കും. അപ്പോൾ ആ മൂവിക്ക് 1974 2 നാഷണൽ അവാർഡ് കിട്ടും. അതുപോലെ തന്നെ അവര് പിന്നെ ഓരോന്ന് എഴുതി തുടങ്ങി. അങ്ങനെ നോൺ ഫിക്ഷൻസ് എഴുതി. അത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് ബുക്കർ പ്രൈസ് കിട്ടുന്നു. ഈ ഒരു അവാർഡൊക്കെ കിട്ടിയ സമയത്ത് അരുന്ധതി റോയ് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയാണ്. കാരണം കിപ്ലിങ്ങിന്റെ സാധനങ്ങൾ, ഇംഗ്ലീഷിലെ ഓരോ എഴുത്തുകാരുടെ കാര്യങ്ങളും അവർ വായിച്ചു തന്നതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതാക്കുന്നുണ്ട്. അങ്ങനെ ഇവര് അമ്മേനെ കാണുന്നില്ല, ചേട്ടനെയും കാണുന്നില്ല. അങ്ങനെ ഒരുപാട് കൊല്ലങ്ങൾ ഇവരിങ്ങനെ കടന്നു പോവാണ്.
ഹീറോയുടെ ഓരോ ബന്ധങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു അങ്ങനെ നമ്മൾ ഈ കെട്ടുപാടുകളില്ലാത്ത ബന്ധങ്ങളാണ് അതിനകത്തുള്ളത്. ഇപ്പൊ ഓരോ ബന്ധങ്ങളും നോക്കിയാൽ നമുക്ക് ഒരുപാട് ഇതുണ്ടാവും, ഒരുപാട് കെട്ടുപാടുകൾക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് ഫ്രീ ടു ഗോ അങ്ങനെ ഒരു സാധനമാണ്. നമ്മളെ ജെയ്സിൻ്റെത് കണ്ടതുപോലെ, അതുപോലെ തന്നെ പ്രദീപിന്റെ അടുത്തുനിന്നും ഇങ്ങനെ അവര് അങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. പക്ഷെ അതേസമയം അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവരുമായിട്ടും അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന കുറെ ബന്ധങ്ങളുണ്ട്. ഇതിനകത്ത് അമ്മേനെ പറ്റി അവരുടെ ലൈഫിനെ പറ്റിയും മാത്രമല്ല ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്, നമുക്ക് നമ്മുടെ ഇന്ത്യൻ്റെ ആ ഒരു മുഴുവൻ സാധനം വരുന്നുണ്ട്, ഇന്ത്യയുടെ പൊളിറ്റിക്സ് വരുന്നുണ്ട്, ആ ഒരു ചരിത്രം വരുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതൊരു വല്ലാത്ത പുസ്തകമാണ് കേട്ടോ, വലിയൊരു പുസ്തകമാണ്. നമ്മളെ ഇന്ത്യനെ പറ്റി അടക്കം വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ മദർ മേരി കംസ് ടു മീ ഞാൻ ഒറ്റ വായന അല്ല 2 വായനയാണ് ഞാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകത്തിനെ വായിച്ച് പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വേറൊരു തവണ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ച് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പുസ്തകം എന്നിലേക്ക് ഇറങ്ങി വന്ന രീതി ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ കണക്ട് ചെയ്ത ഒരു പുസ്തകമാണ്. കണക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം നമുക്ക് ചിലപ്പോൾ എല്ലാ പുസ്തകത്തിനകത്തും കിട്ടൂല, പക്ഷെ അതെങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയേയില്ല. അങ്ങനെയുണ്ട്. ഇത് ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ഉണ്ടായി വന്നു എന്നതിൻ്റെ ആ ഒരു വഴിയാണ് ഇതിനകത്ത് പറയുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്യാതിരിക്കാം, എന്താണെങ്കിലും അത് നമ്മൾ വായിക്കുന്ന ആളുടെ ഇതനുസരിച്ച്. താങ്ക് യു.